ഹലോ മൈ ഡിയർ ലേണേഴ്സ്, ഇന്ന് നമുക്ക് യൂണിറ്റ് 2-ലെ റിപ്പോർട്ട് ടു ആൻ അക്കാഡമി ബൈ ഫ്രാൻസ് കാഫ്കയുടെ റിപ്പോർട്ട് ടു ആൻ അക്കാഡമി എന്നുള്ള ഷോർട്ട് സ്റ്റോറി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഷോർട്ട് സ്റ്റോറിയിലേക്ക് പോണതിന് മുന്നേ അതിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറയാം. അതായത് ഏർലി 20th സെഞ്ച്വറിയിൽ ഒരുപാട് സൊസൈറ്റിയിലും ഒക്കെ കുറേയധികം ചേഞ്ചസ് ഉണ്ടായിട്ടുള്ള സൊസൈറ്റിയിലും അതുപോലെ തന്നെ ലിറ്ററേച്ചറിലും എല്ലാം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു പീരീഡാണ് ഏതെന്ന് പറയുന്നത് 20th സെഞ്ച്വറി. അപ്പോൾ ഇതുകൊണ്ട് തന്നെ റൈറ്റേഴ്സ്, അതായത് ലിറ്ററേച്ചറിൽ ചേഞ്ചസ് വരിക എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിലുള്ള ചേഞ്ചസ് നമുക്ക് ഏതിലും റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ പറ്റും, ലിറ്ററേച്ചറിൽ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും അപ്പോൾ ഈ ചേഞ്ചസിൽ ഓരോ വ്യക്തികളുടെ പേഴ്സണൽ സ്ട്രഗിൾസ്, അതായത് അവരുടെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട്, അവരുടെ ബിലോങ്ങിങ്ങിന് വേണ്ടിയിട്ട്, ഈ മൈഗ്രേഷൻ പോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവരുടെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു ഹോം കൺട്രിയുടെ നൊസ്റ്റാൾജിക് ഫീലിങ്സ്, ഇതൊക്കെയാണ് ഈ ഏർലി 20th സെഞ്ച്വറിയിലെ ലിറ്ററേച്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ കാഫ്കാസ് എക്സ്പീരിയൻസ് ആൻഡ് ഒബ്സർവേഷൻ ലൈറ്റ്ലി ഷേപ്ഡ് ഹിസ് യുണീക്ക് പെർസ്പെക്റ്റീവ് ഓൺ ദ ഹ്യൂമൻ കണ്ടീഷൻ. അപ്പോൾ ഇവിടെ കാഫ്കയും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എക്സ്പീരിയൻസും ഒബ്സർവേഷൻസും ഒക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വർക്കുകളിലൂടെ എടുത്തു കാണിക്കുന്നത്. ഈ സയൻറ്റിഫിക് തിയറീസും സയൻറ്റിഫിക് സ്റ്റോറീസും ഒക്കെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം ഇതുപോലുള്ള റൈറ്റേഴ്സിൻ്റെ ഹ്യൂമൻ കണ്ടീഷൻസിനെ കുറിച്ച് പറയുന്ന സ്റ്റോറീസും കൂടുതലായിട്ട് നമുക്ക് ഈ ഏർലി 20th സെഞ്ച്വറിയിൽ കാണാൻ പറ്റും. ഇനി കാഫ്കയെക്കുറിച്ച് നമുക്ക് പറയാനാണെങ്കിൽ, ഹി വാസ് എ റിനൗൺഡ് ജർമ്മൻ ലാംഗ്വേജ് റൈറ്റർ and he was born in Prague in 1883. 1883 അദ്ദേഹം ജനിച്ചത്. ജർമ്മൻ ലാംഗ്വേജ് റൈറ്റർ ആയിരുന്നു. ആൻഡ് ഹിസ് വർക്ക്സ് ലൈക്ക് ദ ഫേമസ് വർക്ക്സ് ട്രയൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ബുക്കാണ്. അടുത്ത ഒരു ഫേമസ് ബുക്കാണ് ദ മെറ്റമോർഫോസിസ് എന്ന് പറയുന്നത്. ഇതിലും ആങ്സൈറ്റി, അലീനിയേഷൻ, അതായത് ഒറ്റപ്പെടൽ, ഇതിനെക്കുറിച്ചൊക്കെ 20th സെഞ്ച്വറിയിൽ യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലും ഒക്കെയുള്ള ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഈ ഒരു അലീനിയേഷനും ആങ്സൈറ്റിയും ഒക്കെയാണ് ഈ ഒരു മെറ്റമോർഫോസിസിലും ട്രയലിലും ഒക്കെ അദ്ദേഹം പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കഥകൾ. ആൻഡ് കാഫ്ക കെയിം ഫ്രം പ്രോസ്പെറസ് ജൂയിഷ് ഫാമിലി വിത്ത് ഹിസ് ഫാദർ ബീയിങ് എ മെർച്ചൻറ്റ്. വളരെയധികം പ്രോസ്പെറസ് ആയിട്ടുള്ള തനിക്ക് കുടുംബത്തിൽ തന്നെയാണ് അദ്ദേഹം, ഒരു ജൂയിഷ് ഫാമിലിയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ആൻഡ് ഹി ഗ്രൂ അപ്പ് ഇൻ എ വെൽ ഓഫ് ഹൗസ് ഹോൾഡ്. ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ഹിസ് ഡൊമിനേറ്റിംഗ് ഫാദർ വാസ് ട്രെയിൻഡ് ആൻഡ് ഹാഡ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ ഹിസ് ലൈഫ് ആൻഡ് റൈറ്റിംഗ്. അപ്പോൾ ഒരു വെൽ ഓഫ് ഫാമിലിയിലായതുകൊണ്ട് തന്നെ ഫാദറിന് ആ ഒരു ഡൊമിനേറ്റിംഗ് ഫാദറാണ്. അപ്പോൾ ഒരുപാട് അദ്ദേഹത്തിൻ്റെ കാഫ്കയുടെ ലൈഫിലും അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിലും ഒക്കെ ആ എക്സ്പീരിയൻസസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് ഇൻ ഹിസ് സെമി ഓട്ടോബയോഗ്രഫിക്കൽ വർക്ക് ഓൺ ലെറ്റർ ടു ഫാദർ എന്ന് പറയുന്നത് ഒരു സെമി ഓട്ടോബയോഗ്രഫിക്കലാണ്. മുഴുവനായിട്ട് നമുക്ക് ഓട്ടോബയോഗ്രഫിക്കൽ എന്ന് പറയാൻ പറ്റില്ല. ഒരു സെമി ഓട്ടോബയോഗ്രഫിക്കൽ വർക്കാണ്. കുറച്ച് ഇമാജിനേഷൻസ് ഒക്കെ അതിൽ വരുന്നുണ്ട്. ഇതിൽ ഹി സെഡ് ഹിസ് ഡിഫിക്കൽട്ടീസ് ഇൻ ഫോമിങ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. ഇതിൽ അദ്ദേഹം മറ്റുള്ളവരുമായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് എടുക്കാനുള്ള ആ ഒരു ഡിഫിക്കൽട്ടീസിനെ കുറിച്ചാണ് പറയുന്നത്. കാരണം ഹിസ് ഫാദർ വാസ് ടു കൺട്രോളിങ് ആൻഡ് ഡൊമിനേറ്റിംഗ്. ഒരുപാട് കൺട്രോൾ ചെയ്യുന്ന, നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള വ്യക്തികൾ എന്നൊക്കെ പറയുമല്ലോ. അപ്പം അങ്ങനെ ഒരു എല്ലാത്തിനും അങ്ങനെ ഒരു ഫ്രീഡം കൊടുത്തിരുന്ന ഒരു ഫാദർ ആയിരുന്നില്ല കാഫ്കയുടെ. ആൻഡ് ഡെസ്പൈറ്റ് എക്സെല്ലിംഗ് ഇൻ സ്കൂൾ ആൻഡ് ബീയിങ് റെസ്പെക്റ്റഡ് ബൈ ഹിസ് ടീച്ചേഴ്സ്, Kafka rebelled against the authoritarian education system and emphasis on rote learning.
അപ്പോൾ എക്സലൻ്റ് ആയിരുന്നു. നല്ല ഇവരുടെ ആ ഒരു എന്താ ഫാമിലി വെൽ ഓഫ് ഫാമിലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളിലൊക്കെ ഒരുപാട് റെസ്പെക്റ്റ് കാഫ്കയ്ക്ക് കിട്ടിയിരുന്നെങ്കിൽ പോലും ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിരുന്നു കാഫ്ക. എന്ന് വെച്ചാൽ ഈ ഒരു അതോറിറ്റേറിയൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനോട് അദ്ദേഹത്തിന് ഒരുപാട് വിരോധമുണ്ടായിരുന്നു. ആൻഡ് ആസ് എ യങ് അഡൾട്ട് ഹി ഡിക്ലെയർഡ് ഹിംസെൽഫ് എ സോഷ്യലിസ്റ്റ് ആൻഡ് ആൻ എത്തീസ്റ്റ്. ഇനി ഒരു സോഷ്യലിസ്റ്റും എത്തീസ്റ്റൊക്കെയാണ്, നിരീശ്വരവാദിയും കൂടെ ആയിരുന്നു. ആ ഒരു ഐഡിയോളജിയൊക്കെ ഫോളോ ചെയ്യുന്ന ആളായിരുന്നു കാഫ്ക. ആൻഡ് he studied law at the University of Prague and worked as an insurance clerk for most of his life. നിയമ ബിരുദം നേടിയിട്ടുണ്ട്. ഒരു ഇൻഷുറൻസ് ക്ലർക്കായിട്ടൊക്കെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹി ഈസ് കൺസിഡേർഡ് ഹാർഡ് വർക്കിംഗ് ആൻഡ് ആംബിഷ്യസ് ബൈ ഹിസ് കൊളീഗ്സ്. അദ്ദേഹത്തിൻ്റെ കൊളീഗ്സ് ഈ കാഫ്കയെക്കുറിച്ച് കരുതിയിരുന്നത് ഒരു ഹാർഡ് വർക്കിംഗ് ആയിട്ടും ഒരു ആംബീഷ്യസ് ആയിട്ടും ഒക്കെയുള്ള ഒരു വ്യക്തിയായിട്ടാണ് അവർ കാഫ്കയെ കാണുന്നത്. ആൻഡ് ഹി ഫൗണ്ട് ഹിസ് റുട്ടീൻ ഓഫ് ഹിസ് ജോബ് ആൻഡ് ദ ഡബിൾ ലൈഫ് ഇറ്റ് ഫോഴ്സ്ഡ് ഹിം ടു വർക്കിംഗ് ഡ്യൂറിങ് ദ ഡേ ആൻഡ് റൈറ്റിംഗ് ആൻഡ് നൈറ്റ്. അപ്പോൾ പകൽ മുഴുവനും ഈ ജോലികൾ ചെയ്യും, രാത്രിയാണ് അദ്ദേഹം എഴുതാറുള്ളത്. ആൻഡ് ഹിസ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വർ ഓഫൺ ട്രബിൾ വിത്ത് ഹിസ് ഇൻഹിബിഷൻസ് കോസിങ് ഡിഫിക്കൽട്ടീസ് ഇൻ ഹിസ് എൻഗേജ്മെൻറ്റ് ടു ഫെലിസ് ബോർ ആൻഡ് ഹിസ് ലേറ്റർ ലവ് ഓഫ് മിലേന ജെസെൻക പോളൻ. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ റിലേഷൻഷിപ്പിന് ഒക്കെ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. അത് ഫെലിസ് ബോസർ എന്ന് പറയുന്ന ഒരു ലേഡി, പിന്നെ മിലേന ജെസെൻക എന്ന് പറയുന്ന ഒരു ലേഡിയൊക്കെ ആയിട്ട് കാഫ്കയ്ക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആൻഡ് കാഫ്കാസ് പുവർ ഹെൽത്ത് exacerbated his tuberculosis from 1917 onwards added to his struggles. അപ്പോൾ ഈ ഒരു ഇതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഈ ട്യൂബർകുലോസിസ് എന്നുള്ള അസുഖം കൂടി വന്നതോടെ ഈ സ്ട്രഗിൾസിന് കുറച്ചും കൂടി ഒരു ആക്കം കൂട്ടി എന്ന് നമുക്ക് പറയാം. ആൻഡ് ഡ്യൂറിങ് ഹിസ് ലൈഫ് ടൈം ഹി റിലക്റ്റൻ്റ്ലി പബ്ലിഷ്ഡ് എ ഫ്യൂ വർക്ക്സ് ഇൻക്ലൂഡിങ് സ്റ്റോറീസ് ലൈക്ക് ജഡ്ജ്മെൻറ്റ്, മെറ്റമോർഫോസിസ്, ഇങ്ങനെയുള്ള ബുക്ക്. അതായത് ഇത്രയും പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ, കഷ്ടപ്പാടും ഇൻ ദ സെൻസ് ഫിസിക്കലി അദ്ദേഹത്തിന് ഉള്ള ആ അസുഖങ്ങളും പിന്നെ ഈ റിലേഷൻഷിപ്പിലുള്ള മെൻ്റൽ ഇഷ്യൂസും ഒക്കെ അതിൻ്റെ ഇടയിലും അദ്ദേഹം കുറേ നല്ല വർക്കുകൾ എഴുതാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി കാഫ്കാസ് വർക്ക്സ് ആർ നോൺ ഫോർ ദ സെറിയൽ ആൻഡ് ഡ്രീം ലൈക്ക് ക്വാളിറ്റീസ്. കുറേയധികം ഇമാജിനേഷൻ, ഒരു ഡ്രീം ലൈക്ക് ക്വാളിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ വർക്കുകൾക്കുള്ളത്. അതിലൊക്കെ ഹിഡൻ ലോജിക്കാണ് നമുക്ക് കാണാൻ പറ്റുക. ഇനി ഈ കാഫ്കയുടെ വർക്കുകളെയൊക്കെ ഒരുപാട് ഇൻ്റർപ്രിട്ടേഷൻ പല രീതിയിലും ഇൻ്റർപ്രിറ്റ് ചെയ്തിട്ടുണ്ട് ക്രിട്ടിക്സ്. ഇനി വേൾഡ് വാർ സെക്കൻഡിൻ്റെ സമയത്തൊക്കെ ജനശ്രദ്ധ നേടിയെടുത്തിട്ടുള്ള ഒരു റൈറ്ററും കൂടിയാണ് കാഫ്ക എന്ന റൈറ്റർ. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറിയായ റിപ്പോർട്ട് ടു ആൻ അക്കാഡമി. ഇറ്റ് ഈസ് എ ഷോർട്ട് സ്റ്റോറി ബൈ ഫ്രാൻസ് കാഫ്ക. ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1917 ജർമ്മൻ മാഗസീനായ ഡർ ജൂഡ് എന്ന ഒരു മാഗസീനിലാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇത് എ കൺട്രി ഡോക്ടർ എന്ന ഷോർട്ട് സ്റ്റോറി കളക്ഷനിലും ഈ ഒരു റിപ്പോർട്ട് ടു ആൻ അക്കാഡമി എന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സമ്മറി നോക്കുകയാണെങ്കിൽ, റെഡ് പീറ്റർ എന്ന് പറയുന്നത് ഹീസ് ഫണ്ടമെൻ്റലി ആൻ ഏപ്പ്. ഏപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ? അപ്പോൾ ഏപ്പ് ആണ് ആര്? റെഡ് പീറ്റർ. പക്ഷേ ഹി സീസ് ഹിംസെൽഫ് ആസ് എ ഹ്യൂമൻ ബീയിങ്. ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ടാണ് കരുതുന്നത്. ആൻഡ് ഡ്യൂറിങ് ഹിസ് പ്രസൻറ്റേഷൻ ടു ദ അക്കാഡമി പീറ്റർ റിക്കൗണ്ട്സ് ഹിസ് ഏർലിയർ ലൈഫ് ഇൻ ആഫ്രിക്ക വെൻ ഹി വാസ് ആൻ ഏപ്പ്. അപ്പോൾ ഒരു അക്കാഡമിയിൽ പ്രസൻറ്റേഷൻ നടത്തുന്ന സമയത്ത് പീറ്റർ അദ്ദേഹത്തിൻ്റെ ആഫ്രിക്കയിലായിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആഫ്രിക്കയിലുള്ള അദ്ദേഹത്തിൻ്റെ ഏർലി ലൈഫ്, ആ സമയത്താണ് അദ്ദേഹം ഒരു ഏപ്പ് ആയിരുന്നത്. ആൻഡ് ഹി ഹാസ് ഫോർഗോട്ടൺ സം ഓഫ് ദി ഡീറ്റെയിൽസ് ഫ്രം വെൻ ഹി വാസ് ഇൻ ഏപ്പ് ബിക്കോസ് ദാറ്റ് എക്സ്പീരിയൻസ് വാസ് 5 years ago.
അപ്പോൾ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ശരിക്കും അങ്ങോട്ട് എന്താ അത് റീകളക്ട് ചെയ്യാൻ പറ്റണില്ല. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്നുള്ളത് ഓർക്കാനായിട്ട് പറ്റുന്നില്ല. ആൻഡ് ഇൻ ഹിസ് എഫേർട്ട് ടു ബിക്കം ഹ്യൂമൻ he had tried very hard to remove all traces of being an ape. അങ്ങനെ ആ ഏപ്പിൽ നിന്നും അദ്ദേഹം ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ മാറുന്ന സമയത്ത് എല്ലാ ട്രേസസും, അതായത് ഒരു ഏപ്പായിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന എല്ലാം അദ്ദേഹം റിമൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഹി ഓൾസോ ഇൻഫോംസ് ദി അക്കാഡമിക് ഓഡിയൻസ് ദാറ്റ് ദേ ടു റീസ്ട്രെയിൻ ഫ്രം ഏപ്സ്. He remembers how he learned to shake hand, which was an instance of being forced into the human world. അപ്പോൾ ആ സമയത്ത് ഏപ്പ് ആയിരുന്ന സമയത്ത് അദ്ദേഹം എങ്ങനെ ഷേക്ക് ഹാൻഡ് ചെയ്യണം, അത് ഹ്യൂമൻ ബീയിങ്ങിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഈ ഷേക്ക് ഹാൻഡ് കൊടുക്കുക എന്നുള്ളത്. ആൻഡ് ഹീ ഈസ് ഫ്രം ദി ഗോൾഡ് കോസ്റ്റ് ഓഫ് ആഫ്രിക്ക ആൻഡ് ഹി വാസ് ക്യാപ്ചേർഡ് ബൈ എ യൂറോപ്യൻ ഹണ്ടിങ് എക്സ്പെഡീഷൻ ടീം. അപ്പോൾ ആഫ്രിക്കയിൽ നിന്നും ഒരു ഹണ്ടിങ് എക്സ്പെഡീഷൻ ടീമാണ് ഈ റെഡ് പീറ്ററിനെ പിടിച്ചുകൊണ്ടുവരുന്നത്. ആൻഡ് ആസ് ഹി ഡസ് നോട്ട് റീകോൾ ദി ബാക്ക്ഗ്രൗണ്ട്, ഹി റിലൈസ് ഓൺ സം സ്റ്റേറ്റ്മെൻറ്റ്സ് ഫ്രം സ്ട്രേഞ്ചേഴ്സ്. അപ്പോൾ അതൊന്നും അദ്ദേഹത്തിന് റീകളക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ചില കാര്യങ്ങൾ മാത്രം, ചില സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ ഇങ്ങനെ അവിടെ നിന്നായിട്ട് ചെറിയ വളരെ ചെറിയ ഓർമ്മകൾ മാത്രമാണ് ആ ഏപ്പായിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് റെഡ് പീറ്ററിന് ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് വൺസ് റെഡ് പീറ്റർ വാസ് ഷോട്ട് ഇൻ ഹിസ് ചീക്ക്, leading to a scar on his face, which inspired others to call him Red Peter. അപ്പോൾ റെഡ് പീറ്ററിന് റെഡ് പീറ്റർ എന്ന പേര് വരാൻ കാരണം ഈ റെഡ് പീറ്ററിന് ചീക്കിൽ കവളിൽ ഒരു വെടിയേൽക്കും. ആ വെടി കൊണ്ട പാടാണ് അതൊരു സ്കാർ വരും, പാടായിട്ട് മാറും. അതുകൊണ്ടാണ് ഈ ആളെ പീറ്ററിനെ റെഡ് പീറ്റർ എന്ന് മറ്റുള്ളവരെ വിളിക്കുന്നത്. ആൻഡ് ദർ ഇസ് റീസൺ ബിഹൈൻഡ് ഹിസ് ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് ഹിസ് നെയിം റെഡ് പീറ്റർ. പക്ഷേ ഈ റെഡ് പീറ്റർ എന്നുള്ള പേര് പീറ്ററിന് അത്രയ്ക്കും ഇഷ്ടമല്ല. വിച്ച് റെഫേഴ്സ് ടു അനദർ ഏപ്പ് നെയ്മഡ് പീറ്റർ ഹു ഡൈഡ് റീസെൻ്റ്ലി. കാരണം പീറ്റർ എന്ന പേരിൽ വേറൊരു ഏപ്പ് കൂടെ ഉണ്ടായിരുന്നു. ആ ഏപ്പ് അടുത്തിടെയായിട്ട് മരിച്ചു. ആൻഡ് എ ലിംബ് ഈസ് നോട്ടിസബിൾ വെൻ ഹി വാക്സ് ആൻഡ് ഇറ്റ് resulted from another shot he received in his hip. ഇനി നടക്കുന്ന സമയത്ത് ഒരു ലിംബ്, അതായത് ഒരു മുടന്തും കൂടിയുണ്ട് റെഡ് പീറ്ററിന്. കാരണം വേറൊരു ഹിപ്പിൽ ഒരു വെടിയും കൂടെ ഏറ്റിട്ടുണ്ടായിരുന്നു. Peter hates the gossip writers in newspapers who claim that Peter's ape-like experience is still evident in his character. അപ്പോൾ പീറ്ററിനെ കുറിച്ച് ഇങ്ങനെ പത്രങ്ങളിലൊക്കെ വന്നു, റൈറ്റേഴ്സ് പലപ്പോഴും ന്യൂസ് പേപ്പറിൽ പീറ്ററിൻ്റെ ആ ഒരു ഏപ്പ് ലൈക്ക് അപ്പിയറൻസും അതുപോലെ തന്നെ ആളുടെ ക്യാരക്ടറിലും ഏപ്പിൻ്റെ ക്യാരക്ടറൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ റൈറ്റേഴ്സ് എഴുതാറുണ്ട്. ആൻഡ് സോ ടു സപ്പോർട്ട് ദെയർ ക്ലെയിം ദേ ആർഗ്യൂ ദാറ്റ് Peter still pulls down his trousers to show people his scars. അപ്പോൾ ഒരു ഏപ്പിൻ്റെ ആ ഒരു ക്യാരക്ടർ ഉണ്ട് എന്ന് കാണിക്കുന്നതിനായിട്ട് അവർ എന്ത് എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്? പീറ്റർ ഇപ്പോഴും ആളുടെ ട്രൗസേഴ്സൊക്കെ താഴേക്ക് ആക്കിയിട്ടാണ് ഈ വെടിയേറ്റ സ്കാറ് കാണിച്ചു കൊടുക്കണത്. കാരണം ആൾക്ക് ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ലല്ലോ എന്നുള്ള ആ ഒരു രീതിയിലാണ് പറയുന്നത്. ആൻഡ് എൻറേജ്ഡ് ബൈ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് പീറ്റർ ബിലീവ്സ് ദാറ്റ് റൈറ്റേഴ്സ് ഫിംഗേഴ്സ് ഷുഡ് ഓൾ ബി ഷോർട്ട് ഓഫ്. അപ്പോൾ ഇതുകൊണ്ട് ദേഷ്യം വന്ന പീറ്റർ പറയുന്നത് റൈറ്റേഴ്സിൻ്റെ ഫിംഗേഴ്സൊക്കെ വെടിവെച്ച് അതൊക്കെ മുറിച്ച് കളയണം എന്ന് ആൾക്ക് തോന്നിയിട്ടുണ്ട്. And when Peter regained consciousness after being shot, he realized he was caged on Hagenbeck's steamship. അപ്പോൾ ഈ വെടിയേറ്റ് കഴിഞ്ഞ് ഇത് നേരത്തെ ഇത് റീകോൾ ചെയ്യാണ് കേട്ടോ പീറ്റർ. അപ്പോൾ വെടിയേറ്റ് ഇങ്ങനെ ആളുടെ ബോധം വന്നതിന് ശേഷം മനസ്സിലാക്കുന്നത് ഒരു ഹാഗൻ ബെക്ക് എന്ന് പറയുന്ന ബെക്കിൻ്റെ ഒരു സ്റ്റീം ഷിപ്പിൽ കൂട്ടിലടയ്ക്കപ്പെട്ടിട്ടുള്ള ആ ഒരു രീതിയിലായിരുന്നു ഈ പീറ്റർ.
and he was confined in a tight space, causing his flesh to be injured and hit by the cage bars when he tried to escape and run away. അപ്പോൾ അതൊരു വളരെ ചെറിയൊരു കേജായിരുന്നു. അങ്ങനെ ടൈറ്റായിട്ട് ആളുടെ ശരീരമൊക്കെ എല്ലാ ഈ കേജിൻ്റെ ആ ബാറിലൊക്കെ ഇങ്ങനെ തട്ടി വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴും അവിടുന്ന് രക്ഷപ്പെടാൻ പീറ്റർ ശ്രമിക്കുകയാണ്. നൗ ഹി അക്നോളജസ് ദാറ്റ് ഇറ്റ് വാസ് എ മൈൽ സ്റ്റോൺ ഇവൻ ഇൻ ഹിസ് ടേമിങ് ഹിസ് വൈൽഡ്നെസ്. അപ്പോൾ അവർ ഈ ഏപ്പിനെ ടെയിം ചെയ്യിക്കാനായിട്ട്, ഇണക്കി അതിനെ വളർത്താനായിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. ആൻഡ് ദോ ഹീ ഈസ് നോട്ട് കണ്ടന്റ്, ഹീ ഈസ് പ്രൗഡ് ഓഫ് ഹിസ് അച്ചീവ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ് ആൻഡ് അറ്റൈൻമെൻറ്റ് ഗോൾസ്. Just like human beings, while at home he drinks wine, rocks himself in chair and looks through the window. അപ്പം അങ്ങനെ ഈ ഇവിടെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പീറ്ററിന് സ്വയം ഒരു അഭിമാനം തോന്നുകയാണ് അയാളുടെ അച്ചീവ്മെൻറ്റിൽ. കാരണം ഹ്യൂമൻ ബീയിങ്സിനെ പോലെ തന്നെ അയാളുടെ ലക്ഷ്യത്തിലെത്താനും, പിന്നെ വീട്ടിലായിരിക്കുന്ന സമയത്ത് വൈൻ കഴിക്കുക, ചെയറിലിരുന്ന് ഇങ്ങനെ റോക്ക് ചെയ്യുക, വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുക, അത് ഹ്യൂമൻ ബീയിങ്സ് എന്തൊക്കെയാണോ ചെയ്യുന്നത് അതൊക്കെ ഈ ഏപ്പും ചെയ്യാൻ തുടങ്ങി. ആൻഡ് വെൻ ഹി റിട്ടേൺസ് ഹോം ആഫ്റ്റർ സീരിയസ് intellectual and social program, he engages in sexual intercourse with his half-trained female chimpanzee കമ്പാനിയൻ. അപ്പം അങ്ങനെ അയാളുടെ ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരണ സമയത്ത് അയാളുടെ ഒരു ഹാഫ് ട്രെയിൻഡ് ആയിട്ടുള്ള ഫീമെയിൽ ചിമ്പാൻസിയും കൂടിയുണ്ട്. അയാളുടെ കമ്പാനിയനാണ്. അതുമായിട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുന്നു. ആൻഡ് ബട്ട് ഹീ കനോട്ട് ലുക്ക് ഇൻ ടു ഹർ ഐസ് in daylight as they contain a bewildered look of half-trained animal. അപ്പോൾ പക്ഷേ ആ ഒരു ഫീമെയിൽ ചിമ്പാൻസിയുടെ കണ്ണിലേക്ക് നോക്കാൻ പീറ്ററിന് പറ്റണില്ല. കാരണം അതൊരു ഹാഫ് ട്രെയിൻഡ് അനിമലായിട്ടാണ് പീറ്ററിന് തോന്നുന്നത്. പീറ്റർ കണ്ടിന്യൂഡ് ഹിസ് ഇൻക്വയറി ടു ഫൈൻഡ് an escape from his confinement and finally released that ഓൺലി വേ ഔട്ട് വാസ് ടു ബിക്കം ഹ്യൂമൻ. അപ്പോൾ ഇങ്ങനെ പാതി ഏപ്പും പാതി മനുഷ്യനുമായിട്ട് ജീവിക്കാതെ മുഴുവനായിട്ടും ഒരു ഹ്യൂമൻ ബീയിങ് ആവണം എന്ന് അപ്പോഴാണ് റെഡ് പീറ്റർ ആഗ്രഹിക്കുന്നത്. ബട്ട് പീറ്റർ നെവർ മിസ്കൺസീവ്ഡ് ഓർ അസോസിയേറ്റഡ് ബീയിങ് ഹ്യൂമൻ വിത്ത് ഫ്രീഡം. ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് കൺസിഡർഡ് ദംസെൽസ് ഫ്രീ സബ്ജക്ട്സ്. അപ്പോൾ അത് ഒരിക്കലും ആവാൻ പറ്റില്ല എന്ന് ആര് തിരിച്ചറിയാണ്? പീറ്റർ തിരിച്ചറിയാണ്. And though he had some problems with the ship's crew, Peter believed they were good and worthy of a calm and quiet relationship. അപ്പോൾ ആ ഒരു ഷിപ്പിൽ കേജിൽ കൊണ്ടുവരുന്ന സമയത്ത് പീറ്റർ എന്താ വിശ്വസിക്കുന്നത്? മനുഷ്യന്മാരെല്ലാം നല്ല ആൾക്കാരാണ്, അവരുമായിട്ട് ഒരു ക്വയറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന് പീറ്റർ മനസ്സിലാക്കി. ആൻഡ് ഫ്രം ഹിസ് സെൽ ലൈഫ് ഹി റിയലൈസ് ദാറ്റ് വേ ഔട്ട് കുഡ് നോട്ട് ബി അറ്റൈൻഡ് ത്രൂ എസ്കേപ്പിംഗ് ദ സെൽ. ഇഫ് ഹി അറ്റംപ്റ്റഡ് എസ്കേപ്പ് ഹി മേ ബി പുട്ട് ഇൻ ഈവൻ വേഴ്സ് കേജ്. അപ്പോൾ ഈ കൂട്ടിൽ നിന്ന് എനിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഇതിനേക്കാളും വലിയ കേജിലായിരിക്കും പിന്നെ കൊണ്ടിടുക. അങ്ങനെ ഒരു ഷിപ്പിൽ ഉള്ള കേജിൽ ഇരുന്നുകൊണ്ട് ഈ പീറ്റർ കുറേ കാര്യങ്ങൾ ഓർക്കുകയാണ് ആ സെൽ ലൈഫിൽ. അപ്പോൾ അതിലൂടെ ആ റിലേഷൻഷിപ്പിനെ കുറിച്ചും മനുഷ്യരുടെ സ്വഭാവത്തെക്കുറിച്ചും അവരുടെ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയണം, മനുഷ്യരെങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. അതിലൂടെ തന്നെ ആ സെൽ ലൈഫിലൂടെ ഹി റിയലൈസ്ഡ് ദ വേ ഔട്ട് കുഡ് നോട്ട് ബി അറ്റൈൻഡ് ത്രൂ എസ്കേപ്പിംഗ് ദ സെൽ. അതായത് ഈ സെല്ലിൽ നിന്നുള്ള ആ ഒരു എസ്കേപ്പ് അല്ല, അല്ലെങ്കിൽ ഇതിന്നൊരു രക്ഷപ്പെടലല്ല വേ ഔട്ട് എന്ന് പറയുന്നത്. ഹി അറ്റംപ്റ്റഡ് ടു എസ്കേപ്പ്, ഹി മേ ബി പുട്ട് ഇൻ ഈവൻ വേഴ്സ് കേജ്. അപ്പോൾ ഈ കൂട്ടിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇതിനേക്കാളും വേഴ്സായിട്ടുള്ള ഒരു കേജിലേക്കായിരിക്കും അവർ പിന്നീട് കൊണ്ടുപോവുക. അപ്പോൾ അങ്ങനെ ആ ഷിപ്പിലുള്ള ആ ക്യാപ്റ്റേഴ്സിൻ്റെ ബിഹേവിയർ കുറേ ദിവസങ്ങളായി പീറ്റർ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൂടെ പീറ്ററിന് മനസ്സിലായി ഇറ്റ് ഈസ് ഈസി ടു ഇമിറ്റേറ്റ് ഹ്യൂമൻ ബീയിങ്സ്.
ഹ്യൂമൻ ബീയിങ്സിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ഈസിയാണ് എന്നുള്ളത് ഈ ഏപ്പിന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ജസ്റ്റേഴ്സ്, അതായത് സ്പിറ്റിംഗ്, സ്മോക്കിംഗ്, ഡ്രിങ്കിങ് ആൽക്കഹോൾ, ഇതൊക്കെ ഈ ഏപ്പ് പഠിച്ചു. ആൻഡ് ഡ്രിങ്കിങ് ആൽക്കഹോൾ ദോ ദ സ്മെൽ വാസ് ഹോറിബിൾ ടു ഹിം. ആ ആൽക്കഹോളിൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടപ്പെട്ടില്ല, എങ്കിലും അതൊക്കെ ചെയ്യാനായിട്ട് പഠിച്ചു. ആൻഡ് ഡ്യൂറിങ് എ സെലിബ്രേഷൻ ഓൺ ദ ഷിപ്പ് വൺ നൈറ്റ് റെഡ് പീറ്റർ ഗ്രാബ്ഡ് ആൻ അൺഅറ്റൻഡഡ് ബോട്ടിൽ ഫ്രം ഹിസ് കേജ് ആൻഡ് കൺസ്യൂംഡ് ആൽക്കഹോൾ ലൈക്ക് ആൻ എക്സ്പേർട്ട് ഡ്രിങ്കർ. അപ്പം അങ്ങനെ ഒരു സെലിബ്രേഷൻ നടക്കുകയായിരുന്നു ആ ഷിപ്പിൽ. അപ്പോൾ അവർ ശ്രദ്ധിക്കാതെ പോയ ഒരു ബോട്ടിൽ ഈ കേജിൽ വെച്ചിട്ട്, കേജിനടുത്ത് ഉള്ള ഒരു ബോട്ടിൽ കിട്ടുകയാണ്. അങ്ങനെ ബോട്ടിലിൽ നിന്ന് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യണു. ഒരു നല്ല ഒരു എക്സ്പേർട്ട് ഡ്രങ്കർഡിനെ പോലെ ഈ ഏപ്പ് ആ ആൽക്കഹോൾ കഴിച്ചു. ആൻഡ് ദിസ് ഡ്രങ്കൺ മൊമെൻറ്റ് ഹി കുഡ് ആർട്ടിക്കുലേറ്റ് ഹെലോ. അപ്പോൾ ആ സമയത്ത് ഹെലോ എന്ന വേർഡ് പറഞ്ഞ് പഠിക്കാനായിട്ട് ശ്രമിച്ചു. ആൻഡ് പീറ്റർ ഡിഡ് നോട്ട് ഫൈൻഡ് ഇമിറ്റേറ്റിംഗ് ഹ്യൂമൻസ് എ പ്ലഷറബിൾ മൊമെൻറ്റ്. ഇൻസ്റ്റഡ് ഹി കൺസിഡേർഡ് ഇറ്റ് എ നെസസറി സ്റ്റെപ്പ് ടു ദ വേ ഔട്ട്. അപ്പോൾ ഈ ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് അങ്ങനെ ഇഷ്ടമായിട്ട് സന്തോഷത്തോടെ ചെയ്യല്ല, പക്ഷെ അത് എന്തായിരുന്നു, ഈ ഒരു ഏപ്പ് എന്നുള്ള ആ ഒരു ഐഡൻറ്റിറ്റിയിൽ നിന്നും അത് ആ അനിമൽ എന്നുള്ള ആ ഒരു ഐഡൻറ്റിറ്റി പീറ്ററിന് ഇഷ്ടമല്ല. ആ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് അറിയാനായിരുന്നു ഇഷ്ടം. And when he was in Hamburg, he had two choices, either adoption by a zoo or music. Peter was not interested in living like an animal in the zoo. So he chose music and dedicated himself to it. അപ്പോൾ ഒരു സൂയിൽ ഒരു അനിമലായിട്ട് ജീവിക്കുക, അല്ലെങ്കിൽ മ്യൂസിക് ഇഷ്ടപ്പെടുക. ഒരിക്കലും ഒരു അനിമലായിട്ട് ജീവിക്കാൻ പീറ്ററിന് ഇഷ്ടമല്ല. And Peter had many trainers helping him lose to the features of an ape. അപ്പോൾ അങ്ങനെ ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്നും ഏപ്പിൻ്റേതായിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ മാറ്റി. ആൻഡ് ഹി റാപ്പിഡ്ലി എമേർജ്ഡ് ആസ് ആൻ എഡ്യൂക്കേറ്റഡ് യൂറോപ്യൻ മാൻ. ഒരു വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂറോപ്യൻ മാൻ ആയിട്ട് പീറ്റർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പീറ്റർ വാസ് ഏബിൾ ടു അച്ചീവ് വാട്ട് ഹി ഡിസയർഡ്. അപ്പം അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ ആ ഒരു ആഗ്രഹം എന്താണോ പീറ്ററിൻ്റെ, അത് അച്ചീവ് ചെയ്യാൻ അയാൾക്ക് പറ്റി. ആൻഡ് ഹി ബിലീവ്സ് ഓൾ his hardships have been paid off through his present status. He does not like to be judged by any human beings. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കുറേ കാലം ഏപ്പായിരുന്നിട്ട് ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറിയിട്ടുള്ള പീറ്ററിനെ ഹ്യൂമൻ ബീയിങ്സ് അത് ആരായിരുന്നാലും പീറ്ററിനെ ജഡ്ജ് ചെയ്യുന്നത് ഇഷ്ടമല്ല. Rather, instead he wants to keep expanding his knowledge. അയാളുടെ ആ നോളജ് വീണ്ടും ഇനിയും എക്സ്പാൻഡ് ചെയ്യാനാണ് പീറ്റർ ശ്രമിച്ചത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിലൂടെ ഫ്രാൻസ് കാഫ്ക പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ, തീംസ് ഓഫ് ഐഡൻറ്റിറ്റി. അതായത് ആദ്യം പീറ്ററിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു അനിമലാണ്. അപ്പോൾ ആ അനിമൽ എന്നുള്ള ഐഡൻറ്റിറ്റിയിൽ ജീവിക്കാൻ ഇഷ്ടമല്ല പീറ്ററിന്. അപ്പോൾ അതുകൊണ്ട് എന്തായിട്ട് മാറാൻ ശ്രമിക്കുകയാണ്, മനുഷ്യനാണ് എന്നുള്ള ആ ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് മാറാൻ പീറ്റർ എന്നുള്ള ആ ഒരു ഏപ്പ് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആ ഏപ്പിൽ നിന്നും മനുഷ്യനായി മാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ റെഡ് പീറ്റർ. ഇത് ഒരു മോണോലോഗാണ്. അതായത് റെഡ് പീറ്റർ തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റോറി പറയുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ ആ ഒരു ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം, അല്ലെങ്കിൽ അത് നഷ്ടമാവുമ്പോഴുള്ള ആ ഒരു ട്രോമ, ഇതൊക്കെയാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലൂടെ കാഫ്ക പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തത് ഞാൻ ഇങ്ങനെ എടുക്കണം, ഷോർട്ട് സ്റ്റോറി ഒപ്പം നമുക്ക് ആ ഫസ്റ്റ് പാർട്ട് ലിറ്റററി കോണ്ടെക്സ്റ്റ് 1ഉം 2 ഉണ്ട്. അപ്പോൾ ഇതിനൊപ്പം തന്നെ അതും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ.